ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പാലക്കാട് നഗരസഭയിൽ ആര് ചെയർമാനാകുമെന്ന ചോദ്യമാണ് ഇനിയുള്ളത്. പാലക്കാട് മതേതര ഭരണം ഉണ്ടാകണമെന്ന വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ബിജെപിയിൽ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി തർക്കമുടലെടുത്തു. പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. പക്ഷേ 25 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് ബിജെപി. UDF 18ഉം LDF 9 വാർഡുകളിൽ വിജയിച്ചിട്ടുണ്ട്. ഒരു വാർഡിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ചതിനെ തുടർന്ന് പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ H. റഷീദും വിജയിച്ചു. ഇതോടെ ആര് ചെയർമാനാകുമെന്നാണ് ഇനിയുള്ള ചോദ്യം. ആദ്യ വെടി പൊട്ടിച്ചത് വി.കെ. ശ്രീകണ്ഠൻ MP. ബിജെപിക്കെതിരാണ് തെരഞ്ഞെടുപ്പ് വിധിയെന്നും പാലക്കാട് നഗരസഭയിൽ മതേതര ഭരണം ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വം ആലോചന നടത്തണമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. പിന്നാലെ വിമതനായി മത്സരിച്ചു ജയിച്ച H. റഷീദും നിലപാട് വ്യക്തമാക്കി. മതേതരമായ നിലപാടുമായി മുന്നോട്ടു പോകും. ഞാൻ യാദൃശ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ജനത്തിൻ്റെ കൂടെ എന്നും എപ്പോഴും ഏത് സമയത്തിനും മതേതര കക്ഷിക്ക് പിന്തുണ കൊടുക്കും. ബിജെപിയായിട്ട് ഞാൻ ഒരിക്കലും പിന്തുണ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പിന്തുണ കൊടുക്കുകയില്ല. LDFും UDFും സ്വതന്ത്രനായ റഷീദിനെ പിന്തുണയ്ക്കുകയാണ് ഒരു മാർഗം. എന്നാൽ ഇക്കാര്യത്തിൽ CPIM എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തോട് ഇല്ല എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KPCC നേതൃത്വവും അനുകൂല നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപിക്ക് ഭരിക്കാനുള്ള അവസരം ലഭിക്കും. ബിജെപി സംസ്ഥാന ട്രഷറർ E. കൃഷ്ണദാസ് ചെയർമാൻ ആകാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. എന്നാൽ കൃഷ്ണകുമാർ പക്ഷത്തിന് ഇതിനോട് പൂർണ്ണമായ വിയോജിപ്പാണുള്ളത്. അങ്ങനെയെങ്കിൽ ബിജെപി സംസ്ഥാന നേതൃത്വം ഇടപെട്ടേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. ന്യൂസ് മലയാളം, പാലക്കാട്.